ഈ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ പെട്ടെന്നുണ്ടായ ഒരു കാരണം അതെന്താണ് എന്ന് നമുക്ക് പഠിക്കാം. 1914 ജൂൺ മാസം ഓസ്ട്രിയയുടെ കിരീടാവകാശിയായ ഫ്രാൻസിസ് ഫെർഡിനൻഡിനെ ബോസ്നിയൻ തലസ്ഥാനമായ സാരാവോയിൽ വെച്ചു സെർബിയൻ യുവാവായ ഗാവുലോ പ്രിൻസപ്പ് വെടിവെച്ചു കൊടുത്തു. ഇതാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം. 1914 ജൂണില് ഓസ്ട്രിയൻ കിരീടാവകാശിയായ ഫ്രാൻസിസ് ഫെർഡിനൻഡിനെ ബോസ്നിയൻ തലസ്ഥാനമായ സാരയോവിൽ വെച്ച് സെർബിയൻ യുവാവായ ഗാവുലോ പ്രിൻസപ്പ് വെടിവെച്ചു കൊല്ലുന്നു. അതുകൊണ്ട് തന്നെ സെർബിയയാണ് ഇതിന് ഉത്തരവാദി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഓസ്ട്രിയ സെർബിയയ്ക്ക് മേല് 1914 ജൂൺ 28 യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ ഈ അപ്പോൾ എന്താണ് ഓസ്ട്രിയ സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. അങ്ങനെ വന്നപ്പോ മറ്റ് കക്ഷികളുണ്ടല്ലോ, മറ്റ് സഖ്യ രാഷ്ട്രങ്ങളുണ്ടല്ലോ, ഇവരൊക്കെ തങ്ങളുടെ ചേരിയിലെ രാഷ്ട്രങ്ങളെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരികയും ഇങ്ങനെ ലോകത്തെ വലുതും ചെറുതുമായിട്ടുള്ള രാജ്യങ്ങള് നേരിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ ഈ യുദ്ധത്തിൽ പങ്കാളിയാവുകയുണ്ടായി. അതിനാലാണ് ഇത് ഒന്നാം ലോക മഹായുദ്ധം എന്നറിയപ്പെടുന്നത്. അങ്ങനെ നമ്മൾ ഒന്നാം ലോക മഹായുദ്ധം നമ്മൾ പഠിച്ചു. ഒന്നാം ലോക മഹായുദ്ധം 1914 ആരംഭിക്കുന്നു, 18 അവസാനിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു. ഇനി ഈ ഒന്നാം ലോക മഹായുദ്ധം ലോക മാനവരാശി എങ്ങനെയാണ് ബാധിച്ചത് എന്ന് നമുക്ക് പഠിക്കണ്ടേ. അപ്പോൾ എന്തൊക്കെയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കാം. അതിൽ ആദ്യത്തേത്, ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ജീവഹാനി സംഭവിക്കുകയും പരിക്കേൽക്കുകയും ചെയ്തു. കൃഷി, വ്യവസായം, വാർത്താവിനിമയം തുടങ്ങിയ മേഖലകൾ തകർന്നു. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, നാണയപ്പെരുപ്പം എന്നിവ വർദ്ധിച്ചു. യൂറോപ്പിൻ്റെ സാമ്പത്തിക മേധാവിത്വം ദുർബലമായി. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടു. ലോക സമാധാനം സംരക്ഷിക്കുന്നതിനായി സർവ്വരാഷ്ട്ര സഖ്യം ലീഗ് ഓഫ് നേഷൻ എന്ന സംഘടന രൂപം കൊണ്ടു. 1920 ലീഗ് ഓഫ് നേഷൻ രൂപം കൊള്ളുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലങ്ങൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ആദ്യത്തേത്, ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ജീവഹാനി സംഭവിക്കുകയും പരിക്കേൽക്കുകയും ചെയ്തു. രണ്ടാമത്തേത്, കൃഷി, വ്യവസായം, വാർത്താവിനിമയം തുടങ്ങിയ മേഖലകൾ തകർന്നു. മൂന്നാമത്തേത്, ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, നാണയപ്പെരുപ്പം എന്നിവ വർദ്ധിച്ചു. അടുത്തത്, യൂറോപ്പിൻ്റെ സാമ്പത്തിക മേധാവിത്വം ദുർബലമായി. അടുത്ത പോയിന്റ്, ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടു. ഏറ്റവും അവസാനത്തേത്, ലോക സമാധാനം സംരക്ഷിക്കുന്നതിനായി സർവ്വരാഷ്ട്ര സഖ്യം ലീഗ് ഓഫ് നേഷൻ എന്ന സംഘടന രൂപം കൊണ്ടു. അപ്പോൾ ഇത്രയുമാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞു, അതിനുശേഷം ഇനി ഒരു ലോക മഹായുദ്ധം ഉണ്ടാകരുത്, അത് മാനവരാശിയെ മുഴുവൻ അല്ലെങ്കിൽ എല്ലാ രീതിയിലും ബാധിക്കും എന്നുള്ളതൊക്കെ കൊണ്ട് ഈ മറ്റു രാജ്യങ്ങളെല്ലാം ചേർന്നിട്ട് ഒരു സമാധാന ശ്രമം നടക്കുകയാണ്. അങ്ങനെ 1919 പാരീസിൽ വെച്ചിട്ട് ഒരു സമാധാന സമ്മേളനം വിളിച്ചു ചേർക്കുകയാണ്. പക്ഷെ അവിടെ വെച്ച് നമ്മൾ ഇതുവരെ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ശരിക്കും പരാജയപ്പെട്ടത് ആരാണെന്ന് പഠിച്ചിട്ടില്ല. നമുക്ക് ഇനി രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാരണത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന കാരണം തുടങ്ങുന്നത് ശരിക്കും ഇവിടെ നിന്നാണ്. വേഴ്സായ് സന്ധി. എന്താണ് വേഴ്സായ് സന്ധി എന്ന് വെച്ചാൽ, ജർമ്മനിയുമായിട്ട് 1919 ഒപ്പുവെച്ച ഒരു സന്ധിയാണ് വേഴ്സായ് സന്ധി അല്ലെങ്കിൽ വേഴ്സായ് പാക്ട് എന്ന് പറയുന്നത്. ഇതുപ്രകാരം ജർമ്മനിയുടെ കോളനികൾ മുഴുവൻ സഖ്യകക്ഷികൾ വീതിച്ചെടുക്കുകയും യുദ്ധനഷ്ട പരിഹാരമായി വൻതുക ജർമ്മനി ഈ സഖ്യകക്ഷികൾക്ക് നൽകേണ്ടതായിട്ടും വന്നു. അങ്ങനെ ഈ സമ്പന്നമായ ഖനിപ്രദേശങ്ങൾ സഖ്യകക്ഷികൾ കൈക്കലാക്കി. എല്ലാറ്റിലും ഉപരിയായിട്ട് യുദ്ധക്കുറ്റം ജർമ്മനിയുടെ മേൽ കെട്ടിവെക്കുകയും ജർമ്മനിയെ നിരായുധീകരിക്കുകയും ചെയ്തു. ജർമ്മനി ഒറ്റപ്പെട്ടു. അങ്ങനെ ഈ സമാധാന ശ്രമങ്ങൾ ശരിക്കും ഒരു അടുത്ത ലോക മഹായുദ്ധത്തിന് കാരണമായ രീതിയിൽ ജർമ്മനിയിൽ നിന്ന് തുടക്കം കുറിക്കുകയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന്. ശരിക്കും ഈ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ സമാധാന ശ്രമങ്ങൾ വന്നു നിൽക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിലേക്കാണ്. ലീഗ് ഓഫ് നേഷൻ പരാജയപ്പെടുകയും ചെയ്തു. അത് നമ്മൾ പഠിക്കും, ഇപ്പോഴല്ല, ഇനി നമ്മൾ പഠിക്കും രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് വരുമ്പോൾ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. നമ്മൾ ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ഫലങ്ങൾ പഠിച്ച കൂട്ടത്തിൽ നമ്മൾ പഠിച്ചു തൊഴിലില്ലായ്മയും നാണയപ്പെരുപ്പവും എല്ലാം വർദ്ധിക്കുകയുണ്ടായി എന്ന് പഠിച്ചു. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് ഒന്നാം ലോക മഹായുദ്ധാനന്തരം ലോകം വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിനെ അഭിമുഖീകരിക്കുകയാണ്. 1929 അമേരിക്കയിലുണ്ടായ സാമ്പത്തിക മാന്ദ്യം. അതിന് തൊട്ട് മുന്നേ ആയിട്ട് അമേരിക്ക എങ്ങനെയാണ് ഒരു പ്രബല സാമ്പത്തിക ശക്തിയായിട്ട് ഉയർന്നു വന്നത് എന്ന് കൂടി നമ്മൾ
മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ പഠിച്ചു ഒന്നാം ലോക മഹായുദ്ധത്തിൽ നമ്മൾ എങ്ങും അമേരിക്കയെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒന്നും അമേരിക്കയ്ക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ വന്നപ്പോ ഈ യുദ്ധത്തിൽ തകർന്ന യൂറോപ്യൻ രാജ്യങ്ങളുണ്ടല്ലോ, അവരെല്ലാം അമേരിക്കയിൽ നിന്ന് വൻതോതിൽ വായ്പകൾ സംഘടിപ്പിക്കുകയുണ്ടായി. അതോടെ ആഗോള വിനിമയത്തിന്റെ തോത് പൗണ്ടിൽ നിന്ന്, ബ്രിട്ടൻ പൗണ്ട് ആയിരുന്നു, ഇംഗ്ലീഷ് പൗണ്ടിൽ നിന്ന് ഡോളറിലേക്ക് മാറ്റി. അങ്ങനെ വന്നപ്പോ അമേരിക്കയുടെ അമേരിക്കയ്ക്ക് പുറത്ത് അല്ലെങ്കിൽ യൂറോപ്പിന് പുറത്ത് അമേരിക്ക പുതിയൊരു സാമ്പത്തിക ശക്തിയായിട്ട് ഉയർന്നു വന്നു. ഇനിയാണ് നമ്മൾ ടോപ്പിലേക്ക് നമ്മൾ വരുന്നത്. പക്ഷെ ഈ അമേരിക്കയുടെ ഒരു സാമ്പത്തിക ശക്തി ഉണ്ടല്ലോ, അത് ഒരുപാട് നാൾ മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞില്ല. അതിന്റെ കാരണമാണ് 1929 സംഭവിക്കുന്ന സാമ്പത്തിക മാന്ദ്യം. ഈ 1929 സാമ്പത്തിക മാന്ദ്യം ആവിർഭവിക്കുന്നത് ശരിക്കും അമേരിക്കയിൽ നിന്നാണ്. അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിൽ ആദ്യത്തെ കാരണം യുദ്ധം പാപ്പരാക്കിയ ജനങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങുവാനായിട്ട് കഴിവില്ലാതായി. യുദ്ധം പാപ്പരാക്കിയ ജനങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങുവാൻ കഴിവില്ലാതെയായി. ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാതെ ഫാക്ടറികളിൽ തന്നെ കെട്ടിക്കിടക്കുകയുണ്ടായി. അമേരിക്കയിൽ നിന്നെടുത്ത വായ്പകൾ തിരിച്ചടയ്ക്കുന്നതിൽ യൂറോപ്യൻ രാജ്യങ്ങൾ വീഴ്ച വരുത്തി. നമ്മൾ പഠിച്ചു യുദ്ധത്തിൽ തകർന്ന രാഷ്ട്രങ്ങൾ വൻതോതിൽ അമേരിക്കയിൽ നിന്ന് വായ്പ എടുത്തപ്പോഴാണ് അമേരിക്ക ഒരു പ്രബല സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നു വന്നത് നമ്മൾ പഠിച്ചു. ഇതേ യൂറോപ്യൻ രാജ്യങ്ങൾ ഈ കടമെടുത്ത വായ്പകൾ തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തി. ബാങ്കുകൾ തകർന്നു, പണപ്പെരുപ്പം വർദ്ധിച്ചു, തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും എല്ലാം രൂക്ഷമായി. ഇതെല്ലാമാണ് സാമ്പത്തിക മാന്ദ്യത്തിന്റെ 1929 ലോകത്തുണ്ടായ പ്രധാനമായിട്ടും അമേരിക്കയെ ബാധിച്ച സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഫലങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു സാമ്പത്തിക മാന്ദ്യവുമായി ബന്ധപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങൾ എന്താ ചെയ്തതെന്ന് അറിയാമോ? എന്തിനാണ്? ഈ സാമ്പത്തിക മാന്ദ്യത്തിനെ മറികടക്കുന്നതിനായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ കണ്ടെത്തിയ മാർഗം എന്ന് പറയുന്നത് തങ്ങളുടെ കോളനികളിൽ നികുതി വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു. തങ്ങളുടെ കോളനികളിൽ നികുതി വർദ്ധിപ്പിച്ച് ഈ തങ്ങൾക്കുണ്ടായിട്ടുള്ള സാമ്പത്തിക നഷ്ടത്തിനെ മുതലാക്കുവാനായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ ശ്രമിച്ചു. അങ്ങനെ സാമ്രാജ്യത്വ രാജ്യങ്ങളിലെ സാമ്പത്തിക പ്രതിസന്ധി, ആ പ്രതിസന്ധിയുടെ ഭാരം കോളനികളിലെ ജനങ്ങളുടെ ചുമലിലായി. കോളനികളിൽ നികുതി വർദ്ധിപ്പിച്ചു. നമുക്കറിയാം ഇന്ത്യയിലൊക്കെ എന്തൊക്കെ നമ്മുടെ പൂർവികർ എന്തെല്ലാം സമര പ്രശ്നങ്ങൾ ഉണ്ടാക്കി. നികുതി വർധനവുമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധിജിയും മറ്റ് സ്വാതന്ത്ര്യ സമര നേതാക്കളും എല്ലാം ഈ നികുതി വർധനവിനെതിരെ സമരം ചെയ്തവരാണ്. ഓക്കെ, ഇത്രയുമാണ് ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നമുക്ക് ഫാഷിസവും നാസിസവും എന്താണ്, അതിന്റെ നേതാക്കൾ, അത് എങ്ങനെയൊക്കെ ലോകരാജ്യങ്ങളിൽ സ്വാധീനം ചെലുത്തി എന്നൊക്കെ പഠിക്കാം. ഫാഷിസവും നാസിസവും ശരിക്കും പറയുകയാണെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധാനന്തരം ഒരു നിലനിന്നിരുന്ന രാഷ്ട്രീയ സാമ്പത്തിക അനിശ്ചിതത്വം ഉണ്ടല്ലോ, ഈ ഒരു രാഷ്ട്രീയ സാമ്പത്തിക അനിശ്ചിതത്വത്തിന് ചൂഷണം ചെയ്തുകൊണ്ട് അധികാരം നേടിയ രണ്ട് ആശയങ്ങളായിരുന്നു ഇറ്റലിയിലെ ഫാസിസവും ജർമ്മനിയിലെ നാസിസവും. ഇറ്റലിയിലാവുമ്പോൾ ബെനിറ്റോ മുസോളിനിയുടെ നേതൃത്വത്തിൽ ഫാഷിസവും, ജർമ്മനിയിലാവുമ്പോൾ അഡോൾഫ് ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ നാസിസവും. നമുക്ക് ആദ്യം ഈ ഫാസിസത്തിനെ കുറിച്ച് പഠിക്കാം. ഫാഷിസത്തിന്റെ എവിടെയാണ് നമ്മൾ പഠിച്ചു? ഇറ്റലിയിലായിരുന്നു ഫാഷിസം, ബെനിറ്റോ മുസോളിനിയുടെ കീഴിലായിരുന്നു. ആദ്യമായിട്ട് നമുക്ക് ഈ ഫാഷിസത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു എന്ന് പഠിക്കാം. അതിൽ ആദ്യത്തേത് ജനാധിപത്യത്തോടുള്ള വിരോധം. ഫാഷിസത്തിന്റെ ആദ്യ ഒരു സവിശേഷതയാണ് ജനാധിപത്യത്തോടുള്ള വിരോധം, സോഷ്യലിസത്തോടുള്ള എതിർപ്പ്, രാഷ്ട്രത്തെ മഹത്വവൽക്കരിക്കൽ, വംശമഹിമ ഉയർത്തിപ്പിടിക്കൽ, യുദ്ധത്തെ മഹത്വവൽക്കരിക്കൽ, തീവ്ര ദേശീയത പ്രചരിപ്പിക്കൽ, ഭൂതകാലത്തെ പ്രകീർത്തിപ്പിക്കൽ, കല, സാഹിത്യം, വിദ്യാഭ്യാസം തുടങ്ങിയ വഴിയിലൂടെയുള്ള ആശയപ്രചരണം, സൈനിക സ്വേച്ഛാധിപത്യം, രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യൽ. ഇത്രയുമൊക്കെയാണ് ഫാഷിസത്തിന്റെ സവിശേഷതകൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ജനാധിപത്യത്തോടുള്ള വിരോധം, സോഷ്യലിസത്തോടുള്ള എതിർപ്പ്, രാഷ്ട്രത്തെ മഹത്വവൽക്കരിക്കൽ, വംശമഹിമ ഉയർത്തിപ്പിടിക്കൽ, യുദ്ധത്തെ മഹത്വവൽക്കരിക്കൽ, തീവ്രദേശീയത പ്രചരിപ്പിക്കൽ, ഭൂതകാലത്തെ പ്രകീർത്തിപ്പിക്കൽ, കല, സാഹിത്യം, വിദ്യാഭ്യാസം തുടങ്ങിയവയിലൂടെയൊക്കെയുള്ള ആശയപ്രചാരണം, സൈനിക സ്വേച്ഛാധിപത്യം, രാഷ്ട്രീയ എതിരാളികളെ
ഉന്മൂലനം ചെയ്യൽ. ഇത്രയുമൊക്കെയാണ് ഫാഷിസത്തിന്റെ സവിശേഷതകൾ. അപ്പൊ തന്നെ ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തായിരുന്നു ഒരു ഫാസിസത്തിന്റെ അടിസ്ഥാന കാര്യങ്ങളും അതിന്റെ രീതികളും പ്രവർത്തനങ്ങളും ഒക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഇനി നമുക്ക് ഫാസിസത്തിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടി പരിചയപ്പെടാം. നമ്മള് മുസോളിനിയും ഫാസിസവും എന്ന് കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കാൻ പോവുകയാണ്. അതില് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം തന്നിട്ടുള്ള മുസോളിനിയുടെ ഒരു വാചകമുണ്ട്. നമ്മളിപ്പോ ഫാസിസത്തിന്റെ സവിശേഷത പഠിച്ചപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്യം പറയുകയും ചെയ്തു. എന്താണ് അതിലെ മുസോളിനിയുടെ വാചകം എന്ന് പറയുന്നത്? പുരുഷന് യുദ്ധം, സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ് എന്നതാണ് മുസോളിനിയുടെ വാചകം. നമ്മൾ പറഞ്ഞു സവിശേഷത പഠിച്ചപ്പോൾ എന്താ പഠിച്ചേ? യുദ്ധത്തെ പ്രകീർത്തിക്കൽ എന്ന് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കലാണ് ഫാഷിസത്തിന്റെ ഒരു സവിശേഷത എന്ന് പഠിച്ചു. അങ്ങനെ ഈ ഫാഷിസം എങ്ങനെയായിരിക്കും ഇറ്റലിയിൽ, അല്ലെങ്കിൽ ബെനിറ്റോ മുസോളിനി എങ്ങനെയായിരിക്കും ഇറ്റലിയിലേക്ക് അധികാരത്തിൽ വരുന്നത്? അതിന്റെ സാഹചര്യം നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ചവരുടെ കൂട്ടത്തിൽ പോലും ഇറ്റലിക്ക് കാര്യമായ നേട്ടം ഉണ്ടായില്ല. ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ചവരുടെ കൂട്ടത്തിലായിരുന്നു ഇറ്റലി. പക്ഷെ എന്നിട്ടും ഇറ്റലിക്ക് കാര്യമായ നേട്ടങ്ങളൊന്നും ലഭിച്ചില്ല. യുദ്ധാനന്തരം വ്യവസായങ്ങളുടെ തകർച്ചയും തൊഴിലില്ലായ്മയും നികുതി വർധനവുമൊക്കെ പണപ്പെരുപ്പവും ഒക്കെ ജനങ്ങളെ ഭരണകൂടത്തിൽ നിന്ന് അകറ്റി, നിലവിലെ ഭരണകൂടത്തിൽ നിന്ന് അകറ്റി. രാജ്യം ഒരു സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലേക്ക് പോകുമോ എന്ന ഭയവും ഈ ഫാഷിസത്തെ പിന്തുണയ്ക്കുവാനായിട്ട് സമ്പന്നരെ പ്രേരിപ്പിച്ചു. ഇത്രയും കാര്യങ്ങളൊക്കെ കാരണമായിട്ടാണ് ഇറ്റലിയിൽ മുസോളിനി അധികാരത്തിൽ വരുന്നത്. അങ്ങനെ ഈ രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിലൊക്കെ സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള നടപടികൾ കൈക്കൊണ്ടുകൊണ്ട് ഇറ്റലിയിൽ അക്രമത്തിന്റെയും ഒരു ഹിംസയുടെയും മാർഗമൊക്കെ സ്വീകരിച്ച് മുസോളിനി ഭരിക്കുകയാണ്. സോഷ്യലിസ്റ്റുകളെയും തൊഴിലാളി കർഷക നേതാക്കളെയും ഒക്കെ രാഷ്ട്രത്തിന് ശത്രുക്കളായിട്ട് പ്രഖ്യാപിക്കുകയാണ് മുസോളിനി. അതിനുശേഷം ഫാസിസ്റ്റ് പാർട്ടിയെ എതിർക്കാനായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ എതിർക്കുന്നവരെയൊക്കെ വധശിക്ഷയ്ക്ക് വിധേയമാക്കി. പ്രാചീന റോമ സാമ്രാജ്യത്തിന്റെ പുനഃസ്ഥാപനമായിരുന്നു മുസോളിനിയുടെ പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് തന്നെ പ്രാചീന റോമൻ ഭരണത്തിന്റെ പല മുദ്രകളും അദ്ദേഹം സ്വീകരിക്കുകയുണ്ടായി. ഇത്രയുമാണ് ആദ്യത്തെ ഒരു ഘട്ടം വരുന്നത്. ഇനി ഈ ഫാഷിസ്റ്റ് നയങ്ങൾ നടപ്പിലാക്കണ്ടേ? കാരണം അടിച്ചേൽപ്പിക്കുകയല്ലേ ജനങ്ങളിലേക്ക്. അങ്ങനെ ഈ ഫാഷിസ്റ്റ് നയങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിനായിട്ട് കരിങ്കുപ്പായക്കാർ, അല്ലെങ്കിൽ ബ്ലാക്ക് ഷർട്ട്സ് എന്ന ഒരു സൈനിക വിഭാഗത്തിനെ ഉപയോഗിച്ച് എതിരാളികളെ അടിച്ചമർത്താൻ തുടങ്ങി. ആക്രമണോത്സുകമായിട്ടുള്ള ഒരു വിദേശ നയം സ്വീകരിച്ച മുസോളിനി എത്യോപ്യ, അൽബേനിയ തുടങ്ങിയ രാജ്യങ്ങളെയൊക്കെ ആക്രമിച്ചു. ഇറ്റലിയുടെ ഈ സാമ്രാജ്യത്വ മോഹം ലോകരാജ്യങ്ങളെ മറ്റൊരു ലോക മഹായുദ്ധത്തിലേക്ക് എത്തിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അറിയാലോ, ഇങ്ങനെ ഒരു ആക്രമണപരമായിട്ടുള്ള വിദേശ നയം സ്വീകരിക്കുമ്പോൾ മറ്റു രാജ്യങ്ങളിലേക്ക് ആക്രമിക്കാനായിട്ട് ശ്രമിക്കും. ഇത് മറ്റു രാജ്യങ്ങളിൽ ശത്രുത വളർത്തും. അത് തന്നെയാണ് മറ്റൊരു ലോക മഹായുദ്ധത്തിലേക്ക് കാരണമാകുന്നതിനും. ഇനി നമുക്ക് ഇറ്റലിയിലെ ഫാഷിസം നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ നേരെ ജർമ്മനിയിലെ അഡോൾഫ് ഹിറ്റ്ലറിന്റെ നാസിസം പഠിക്കുവാനായിട്ട് പോവുകയാണ്. ഓക്കെ, ഇനി നമുക്ക് നാസിസം പഠിക്കാം. നമ്മൾ ഇപ്പോ ഇറ്റലിയിലെ ഫാഷിസം പഠിച്ചു മുസോളിനിയുടെ കീഴിൽ. ഇനി നമുക്ക് ജർമ്മനിയിലെ അഡോൾഫ് ഹിറ്റ്ലറിന്റെ നേതൃത്വത്തിൽ ലോകരാജ്യങ്ങൾക്ക് മുഴുവൻ ഭീഷണിയായിട്ട് വളർന്നു വന്ന, അല്ലെങ്കിൽ ഇന്നും അതിന്റെ ആശയങ്ങൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന നാസിസത്തിനെ കുറിച്ച് പഠിക്കാം. ശരിക്കും ഈ ഫാഷിസത്തിന്റെ ഒരു ജർമ്മൻ പതിപ്പാണ് നാസിസം. ഓക്കെ, അങ്ങനെ ഈ നാസി പാർട്ടിയുടെ നേതാവായിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ. ഈ അഡോൾഫ് ഹിറ്റ്ലറിനെ ജർമ്മനിയിൽ അധികാരത്തിൽ വരാനായിട്ട് സഹായിച്ച ചില ഘടകങ്ങളുണ്ട്. അത് നമുക്ക് ആദ്യം പരിചയപ്പെടാം. എന്തൊക്കെയാണ് എന്ന് വെച്ചാൽ, ഒന്നാം ലോക മഹായുദ്ധാനന്തരം ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിച്ച വേഴ്സായ് സന്ധി. നമ്മൾ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ അവസാനം നമ്മൾ പഠിച്ച കാര്യമാണ് വേഴ്സായ് സന്ധി. അങ്ങനെ ഈ വേഴ്സായ് സന്ധി ഹിറ്റ്ലർ അധികാരത്തിൽ വരാനായിട്ട് കാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്തത് സാമ്പത്തിക തകർച്ചയും പണപ്പെരുപ്പവും, ജർമ്മൻ ഭരണകൂടത്തിന്റെ പരാജയവും രാഷ്ട്രീയ അസ്ഥിരതയും. ഇത്രയും ഘടകങ്ങളാണ് ഹിറ്റ്ലർ ജർമ്മനിയിൽ അധികാരത്തിൽ വരാൻ കാരണം. നമ്മൾ ഇറ്റലിയിൽ മുസോളിനി വരാൻ നേരത്തും ഉള്ള കാരണം പഠിച്ചു. ശരിക്കും ഇറ്റലിയിൽ മുസോളിനി വരുന്നതും ജർമ്മനിയിൽ ഹിറ്റ്ലർ വരുന്നതും ഏകദേശം സെയിം കാര്യങ്ങൾ തന്നെയാണ്. രണ്ടുപേരുടെയും ആശയങ്ങളും പ്രവർത്തനങ്ങളും ഒരുപോലെ തന്നെയാണ്. ഓക്കെ, നമ്മുടെ പാഠഭാഗത്തിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ അതും കൂടി നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചത്. ഇനി ഹിറ്റ്ലർ വളരെ തന്റെ പ്രസംഗ പാഠവും കൊണ്ട് ജർമ്മൻകാരെ പെട്ടെന്ന് സ്വാധീനിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. അങ്ങനെ അതുകൊണ്ട് തന്നെ ഈ നിലവിലുണ്ടായിരുന്ന ഭരണകൂടത്തിനെതിരായിട്ട് ജനങ്ങളിൽ ഒരു വികാരം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഹിറ്റ്ലറിന് കഴിയുകയും ഹിറ്റ്ലർ അധികാരത്തിലേക്ക് വരികയും ചെയ്തു. അങ്ങനെ അധികാരത്തിൽ വന്ന ഹിറ്റ്ലർ തന്റെ പ്രധാന ശത്രുക്കളായിട്ട് ആരെയാണ് കണക്കാക്കിയതെന്ന് വെച്ചാൽ സോഷ്യലിസ്റ്റുകളെയും കമ്മ്യൂണിസ്റ്റുകളെയും
ജനാധിപത്യവാദികളെയും ഒക്കെ തന്റെ ശത്രുക്കളായിട്ട് കണ്ടുകൊണ്ട് ഹിറ്റ്ലർ കൊന്നൊടുക്കുകയാണ്. ജർമ്മനിക്കുണ്ടായ അപമാനങ്ങൾക്കും തിരിച്ചടികൾക്കും ഉത്തരവാദികളെല്ലാം ജൂതന്മാരാണെന്ന് ഹിറ്റ്ലർ ആരോപിക്കുകയുണ്ടായി. ഹിറ്റ്ലറുടെ ജൂതവിരോധം നമ്മൾ വളരെയധികം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. കാരണം കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ജൂതന്മാരെ വളരെ മൃഗീയമായിട്ട് ഉപദ്രവിച്ചിട്ട് ഒരു ഏകാധിപതി എന്ന രീതിയിൽ ഹിറ്റ്ലർ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണെന്ന് നമുക്കറിയാം. അങ്ങനെ ഈ പ്രത്യേകം തയ്യാറാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ചിട്ട് ജൂതരെ ഹിറ്റ്ലർ കൂട്ടക്കൊല ചെയ്ത ആ ഒരു നടപടി അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനത്തെ അറിയപ്പെടുന്നത് ഹോളോകാസ്റ്റ് എന്നാണ്. എന്താണ്ട് ഹിറ്റ്ലർ ജൂതന്മാരെ കൊന്നൊടുക്കുവാനായിട്ട് പ്രത്യേകം തയ്യാറാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ അവരെ ജൂതരെ കൂട്ടക്കൊല ചെയ്ത ഈ ഒരു പ്രവർത്തനത്തെ പറയുന്ന പേരാണ് ഹോളോകാസ്റ്റ്. ഈ ഹോളോകാസ്റ്റ് പോലെയുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ പോയി ജൂതരെ എല്ലാം നരകിപ്പിക്കാനായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഹിറ്റ്ലർ ആവിഷ്കരിച്ച ഒരു സൈനിക സഖ്യമുണ്ട്. സൈനിക സഖ്യം അതിനെ പറയുന്നത് ഗസ്റ്റപ്പോ എന്നാണ്. ഗസ്റ്റപ്പോ എന്ന സൈന്യത്തിനും ഈ അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുവാനായിട്ട് തവിട്ട് കുപ്പായക്കാർ ബ്രൗൺ ഷർട്ട്സ് എന്ന ഒരു സൈന്യത്തിനും ഹിറ്റ്ലർ രൂപം നൽകുകയാണ്. ഗസ്റ്റപ്പോ എന്ന രഹസ്യ സംഘത്തിനും ബ്രൗൺ ഷർട്ട്സ് എന്ന സൈന്യത്തിനും ഹിറ്റ്ലർ രൂപം നൽകി. നമ്മൾ മുസോളിനി പഠിച്ചപ്പോഴും നമ്മൾ പഠിച്ചായിരുന്നു. എന്തായിരുന്നു? മുസോളിനിയുടെ അവിടെ കരിങ്കുപ്പായക്കാരായിരുന്നു. ഹിറ്റ്ലറുടെ ഇവിടെ വന്നപ്പോൾ തവിട്ട് കുപ്പായക്കാരായി. ഹിറ്റ്ലർ ഗസ്റ്റപ്പോ എന്ന ഒരു രഹസ്യ സംഘത്തിന് കൂടി രൂപം നൽകി. നമ്മൾ ഇറ്റലി പഠിച്ചപ്പോ, ഫാഷിസം പഠിച്ചപ്പോ, മുസോളിനി പഠിച്ചപ്പോ എന്താ പഠിച്ചേ? മുസോളിനി എന്ത് മഹിമയാണ് ഉയർത്തിപ്പിടിച്ചത്? റോമാ സാമ്രാജ്യത്തിന്റെ വംശമഹിമയാണ് ഉയർത്തിപ്പിടിച്ചത്. അതുപോലെ ഹിറ്റ്ലർ ഇവിടെ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ആര്യന്മാരാണ് ലോകത്തിലെ പരിശുദ്ധ വംശമെന്നും അവരാണ് ലോകം ഭരിക്കേണ്ടത് എന്നും അഭിപ്രായപ്പെട്ടുകൊണ്ട് ജർമ്മന്മാരിലേക്ക് ആര്യന്മാരുടെ വിശ്വാസം അടിച്ചേൽപ്പിക്കുകയാണ് ഹിറ്റ്ലർ ചെയ്യുന്നത്. അങ്ങനെ ഈ നാസി പാർട്ടി ഒഴികെയുള്ള മറ്റു പാർട്ടികളെല്ലാം ജർമ്മനിയിൽ ഹിറ്റ്ലർ നിരോധിക്കുകയാണ്. തൊഴിലാളി സംഘടനകൾക്കൊക്കെ വിലക്ക് ഏർപ്പെടുത്തിയിട്ട് ജനങ്ങൾക്ക് സൈനിക സേവനം നിർബന്ധമാക്കുന്നു. ഇനിയുള്ളത് വേഴ്സായി സന്ധിയിലെ വ്യവസ്ഥകൾക്കെതിരായിട്ട് ജനങ്ങളിലെ പ്രതികാര മനോഭാവം വളർത്തിയെടുത്തു. നമ്മൾ പഠിച്ചു ജർമ്മനിയുടെ വേഴ്സായി സന്ധി എങ്ങനെയാണ് ബാധിച്ചതെന്ന് നമ്മൾ പഠിച്ചു. ആ വേഴ്സായി സന്ധിക്ക് എതിരായിട്ട് ഹിറ്റ്ലർ ജനങ്ങൾക്കിടയിൽ ഒരു പ്രതികാര മനോഭാവം വളർത്തിയെടുക്കുകയാണ്. അതിന് എങ്ങനെയൊക്കെയാണ് അത് ചെയ്തത് എന്ന് വെച്ചാൽ പത്രം, സിനിമ, റേഡിയോ, വിദ്യാഭ്യാസം തുടങ്ങിയ എല്ലാ മാധ്യമങ്ങളും ഇത്തരമുള്ള ഒരു ആശയ പ്രചാരണത്തിനായിട്ട് ഹിറ്റ്ലർ ഉപയോഗിക്കുകയാണ്. അതോടൊപ്പം തന്നെ മുസോളിനി ചെയ്തതുപോലെ തന്നെ ആക്രമണപരമായിട്ടുള്ള ഒരു വിദേശ നയം സ്വീകരിക്കുകയാണ് ഹിറ്റ്ലർ. മുസോളിനിയും ചെയ്തത് ഇത് തന്നെയാണ്. അങ്ങനെ ഹിറ്റ്ലർ ആസ്ട്രിയ, ചെക്കോസ്ലോവാക്യ തുടങ്ങിയ രാഷ്ട്രങ്ങളെ ആക്രമിക്കുകയുണ്ടായി. ഇറ്റലി, ജപ്പാൻ എന്നീ രാജ്യങ്ങളുമായിട്ട് ചേർന്ന് സൈനിക സഖ്യം രൂപീകരിച്ചു. ഹിറ്റ്ലറുടെ ഈ നയങ്ങളൊക്കെ തന്നെയാണ് മറ്റു രാജ്യങ്ങൾ സഖ്യങ്ങൾ ഉണ്ടാക്കുന്നതിനും ഇത് മറ്റൊരു ലോക മഹായുദ്ധത്തിന് കാരണമാകാനും ഉള്ള കാരണം. നമ്മൾ മുസോളിനിയുടെ പഠിച്ചു തീർന്നപ്പോൾ ഇതേ കാരണം തന്നെ പറഞ്ഞു. അപ്പോൾ ശരിക്കും ഫാഷിസവും നാഷിസവും രണ്ടാം ലോക മഹായുദ്ധത്തിന് വളരെയധികം സ്വാധീനം ചെലുത്തിയ രണ്ട് ഘടകങ്ങളാണ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മൾ ഇനി രണ്ടാം ലോക മഹായുദ്ധം രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് കടക്കുകയാണ്. ഒന്നാം ലോക മഹായുദ്ധം 1918 അവസാനിക്കുന്നു. ഇനിയൊരു ലോകമഹായുദ്ധം ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി സർവ്വരാഷ്ട്ര സഖ്യമൊക്കെ ലീഗ് ഓഫ് നാഷനൊക്കെ സ്ഥാപിക്കുന്നു. പക്ഷേ ഈ 1918 ശേഷം ഒരു 20 വർഷത്തിന് ശേഷം വീണ്ടും ലോകം മറ്റൊരു മഹായുദ്ധത്തിന് കൂടി സാക്ഷ്യം വഹിക്കുകയാണ്. 1939 മുതൽ 1945 വരെ നടന്ന രണ്ടാം ലോക മഹായുദ്ധത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ആദ്യമായിട്ട് നമ്മൾ പഠിച്ചു 1919 പാരീസ് സമാധാന സമ്മേളന പ്രകാരം സന്ധിയിൽ പരാജയപ്പെട്ട രാഷ്ട്രങ്ങളുടെ മുഴുവൻ കോളനികളും വിജയിച്ച രാജ്യങ്ങൾ കൈവശപ്പെടുത്തി എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഈ ജർമ്മനിയും ഇറ്റലിയുടെയൊക്കെ കോളനികളൊക്കെ ബാക്കി രാജ്യങ്ങളൊക്കെ കൈവശപ്പെടുത്തി. അങ്ങനെ വന്നപ്പോൾ ഈ ഫാസിസവും നാസിസവും ഒക്കെ രൂപപ്പെട്ടു വന്നു. അങ്ങനെ തങ്ങളുടെ രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് കോളനികൾ പിടിച്ചെടുക്കുന്നതിനും രാഷ്ട്രങ്ങളെ ആക്രമിക്കുന്നതിനും ഒക്കെ ആയിട്ട് ഈ രാജ്യങ്ങൾ പദ്ധതി ഇടുകയുണ്ടായി. അങ്ങനെ ഈ ആക്രമണങ്ങൾ വ്യാപിപ്പിക്കുവാനായിട്ട് ഇവർ തമ്മിൽ ഒരു സൈനിക സഖ്യത്തിന്, നമ്മൾ ഒന്നാം ലോക മഹായുദ്ധം പഠിച്ചു സൈനിക സഖ്യങ്ങൾ രൂപം കൊടുത്തു എന്ന്. സെയിം രണ്ടാം ലോക മഹായുദ്ധ സമയത്തും സൈനിക സഖ്യങ്ങൾ രൂപം കൊടുക്കുകയാണ്. ആരൊക്കെ? ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും ചേർന്നിട്ട് അച്ചുതണ്ട് സഖ്യത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. ആരൊക്കെയാണ്ട്? ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും ചേർന്നിട്ട് അച്ചുതണ്ട് സഖ്യത്തിന്, ആക്സിസ് പവേഴ്സിന്
രൂപം നൽകുകയാണ്. അപ്പോൾ അതിനെതിരായിട്ട് ഒരു സഖ്യം വരണ്ടേ? അതിനെതിരായിട്ട് വന്ന സഖ്യമാണ് സഖ്യ ശക്തികൾ അല്ലെങ്കിൽ അലൈഡ് പവേഴ്സ് എന്നറിയപ്പെടുന്നത്. ഈ അലൈഡ് പവേഴ്സിൽ ഈ സഖ്യ ശക്തികളിൽ ആരൊക്കെയാണ് വരുന്നത്? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന എന്നീ രാജ്യങ്ങൾ ചേർന്നിട്ടാണ് സഖ്യശക്തി എന്ന ഒരു സൈനിക സഖ്യം രൂപീകരിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഇത് പഠിച്ചു അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഇതിലേക്ക് വന്നിട്ടില്ല, ഈ സഖ്യശക്തികളിലേക്ക് വന്നിട്ടില്ല അല്ലെ? അങ്ങനെ അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഈ ഫാഷിസ്റ്റ് വിരുദ്ധ സഖ്യത്തോടൊപ്പം, ഫാഷിസ്റ്റ് വിരുദ്ധ സഖ്യം എന്ന് പറയുമ്പോൾ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന വരുന്ന സഖ്യശക്തികളോടൊപ്പം ചേരുകയാണ്. പക്ഷേ ഈ അച്ചുതണ്ട് ശക്തികളുണ്ടല്ലോ, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, ഇവര് ബാക്കി രാജ്യങ്ങളെ ആക്രമിക്കുകയാണ്. ഈ ആക്രമണങ്ങളെ തടഞ്ഞു നിർത്താനായിട്ട് ആര് പരാജയപ്പെടുകയാണ്? സർവരാഷ്ട്ര സഖ്യം, ലീഗ് ഓഫ് നേഷൻ പരാജയപ്പെടുകയാണ്. അങ്ങനെ ഉള്ളൊരു സാഹചര്യത്തിലും ഈ അച്ചുതണ്ട് ശക്തികള് മറ്റു രാജ്യങ്ങളെ ആക്രമിക്കുമ്പോൾ ലീഗ് ഓഫ് നേഷൻ പരാജയപ്പെട്ടു. അതേസമയം തന്നെ ഈ സഖ്യശക്തികളുണ്ടല്ലോ, അവര് ഈ അച്ചുതണ്ട് ശക്തിയുടെ ആക്രമണങ്ങളെ എതിർക്കുന്നില്ല. പകരം ഈ സഖ്യശക്തികള് മുഖ്യ ശത്രുവായിട്ട് കണ്ടത് ആരെയാണെന്ന് അറിയാമോ? സോഷ്യലിസ്റ്റ് രാഷ്ട്രമായിട്ടുള്ള സോവിയറ്റ് യൂണിയനെയാണ്. അവര് ഈ ആക്രമണങ്ങളെല്ലാം കണ്ണടച്ചുകൊണ്ട് സോവിയറ്റ് യൂണിയനെതിരായിട്ട് അവർ പ്രവർത്തിക്കുകയാണ്. അവരുടെ മുഖ്യ ശത്രു സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. ഇങ്ങനെ ഈ ഫാഷിസ്റ്റ് ആക്രമണങ്ങൾക്ക് പ്രോത്സാഹനം നൽകി സോഷ്യലിസ്റ്റ് വ്യവസ്ഥയെ എതിർത്ത ഒരു സമീപനം അറിയപ്പെടുന്ന പേരാണ് പ്രീണന നയം, പോളിസി ഓഫ് അപ്പീസ്മെന്റ് എന്നറിയപ്പെടുന്നതാണ് പ്രീണന നയം. ഓക്കെ, അങ്ങനെ 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ട് ആക്രമിക്കുകയാണ്. ഓക്കെ, 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ട് ആക്രമിക്കുകയാണ്. ഇതിനെ തുടർന്ന് സെപ്റ്റംബർ 3 സഖ്യകക്ഷികൾ ജർമ്മനിക്കെതിരായി യുദ്ധം പ്രഖ്യാപിച്ചു. ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിന് തുടക്കം കുറിച്ചു. എങ്ങനെയാണ്? ഒന്നുകൂടെ എന്താണ്? 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചു. ഇതിനെ തുടർന്ന് സെപ്റ്റംബർ 3 സഖ്യകക്ഷികൾ ജർമ്മനിക്കെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുന്നു. ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിന് തുടക്കം കുറിക്കുന്നു. ഓക്കെ, നമ്മൾ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തിലേക്ക് കടക്കുകയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാന സമയത്ത് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, നമുക്കത് പഠിക്കാം. സോവിയറ്റ് യൂണിയന്റെയും അമേരിക്കയുടെയും കടന്നുവരവ് രണ്ടാം ലോക മഹായുദ്ധത്തിനെ മാറ്റിമറിക്കുകയുണ്ടായി. സഖ്യകക്ഷികളുടെ ആക്രമണം താങ്ങാനാവാതെ ഇറ്റലിയും ജർമ്മനിയും കീഴടങ്ങി. മുസോളിനിയെ നാട്ടുകാർ പിടികൂടി വധിക്കുകയുണ്ടായി. ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. നോക്കൂ, ഈ സ്വേച്ഛാധിപതികളുടെ എല്ലാം അന്ത്യം ഇതുപോലെ തന്നെ ആയിരിക്കും. അതിനുള്ള ഒരു ഉദാഹരണമാണ് ശരിക്കും മുസോളിനിയും ഹിറ്റ്ലറും ഒക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും പാഠഭാഗത്തിലേക്ക് അങ്ങനെ ഈ ജർമ്മനിയും ഇറ്റലിയും കീഴടങ്ങി. പക്ഷെ അപ്പോഴും ജപ്പാൻ കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല. ഇതിനിടയിൽ ജപ്പാൻ 1941 ഹവായ് ദ്വീപിലെ അമേരിക്കൻ നാവിക കേന്ദ്രമായ പേൾ ഹാർബർ ആക്രമിക്കുകയുണ്ടായി. ഓക്കെ, ഈ ഒരു ആക്രമണം ജപ്പാൻ നടത്തുകയുണ്ടായി. ഇതേ സമയം തന്നെ സോവിയറ്റ് യൂണിയൻ ജപ്പാനെ കീഴടക്കുവാനായിട്ട് ട്രാൻസ് സൈബീരിയ വഴി ജപ്പാനിലേക്ക് നീങ്ങുകയാണ്. അപ്പുറത്ത് ഇതേ സമയത്ത് അമേരിക്ക എന്താ ചെയ്തതെന്ന് നമുക്കറിയാം. അമേരിക്കയുടെ ആ ഒരു വലിയൊരു പ്രവൃത്തി വഴിയാണ് രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്നത്. 1945 ഓഗസ്റ്റ് 6 ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് അമേരിക്ക എവിടെയാണ് വിക്ഷേപിക്കുന്നത്? ഹിരോഷിമയിൽ വിക്ഷേപിക്കുകയാണ്. ഓഗസ്റ്റ് 9 ഫാറ്റ്മാൻ എന്ന അണുബോംബ് നാഗസാക്കിയിലും വർഷിക്കുകയാണ്. ഇതോടെ ജപ്പാൻ കീഴടങ്ങി രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്നു. നമുക്കറിയാം അമേരിക്ക ചെയ്ത ഏറ്റവും വലിയ ഒരു ലോകത്തിന് മുന്നിൽ തന്നെ ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും വലിയൊരു ക്രൂര കൃത്യമായിട്ടാണ്
നമ്മൾ കണക്കാക്കുന്നത്. ഈ വികിരണമേറ്റ അല്ലെങ്കിൽ ഈ അണുവികിരണമേറ്റ അതിന്റെ തീവ്രത ഇന്നും പേര് ജീവിക്കുന്ന ഒരു വിഭാഗം ഇന്നും ജപ്പാനിലുണ്ട്. അവരെ ഹിബാകുഷുകൾ എന്നാണ് പറയുന്നത്. നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ അധിക വായനയ്ക്കായിട്ട് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, നിങ്ങളത് വായിക്കുക. ഇത്രയുമാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാന കാലഘട്ടത്തിൽ വരുന്നത്. ഇനി രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാരണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മൾ ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാരണം പരിശോധിക്കുമ്പോൾ ആദ്യത്തേത് എല്ലാ യുദ്ധത്തിനും ഉള്ളതുപോലെ തന്നെയുള്ള കാരണം, ദശലക്ഷക്കണക്കിന് പേർ കൊല്ലപ്പെട്ടു. യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക നില താറുമാറായി. യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ ലോക മേധാവിത്യം തകർക്കുകയുണ്ടായി. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെട്ടു. അമേരിക്കയും സോവിയറ്റ് യൂണിയനും വൻ ശക്തികളായി. ലോക സമാധാനം സംരക്ഷിക്കുന്നതിനായി ഐക്യരാഷ്ട്ര സംഘടന UN സ്ഥാപിക്കപ്പെട്ടു. എന്താണ് ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഫലങ്ങളാണ് പറയുന്നത്. പ്രധാനപ്പെട്ടത് എന്തൊക്കെയാണ്? ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെട്ടതും അമേരിക്കയും സോവിയറ്റ് യൂണിയനും വൻ ശക്തികളായിട്ട് മാറിയതും ലോക സമാധാനം സംരക്ഷിക്കുന്നതിനായിട്ട് ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കുകയും ചെയ്തതാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഫലങ്ങളായിട്ട് പറയുന്നത്. നമുക്കറിയാം ഒക്ടോബർ 24 പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാം. എന്താണ് ഒക്ടോബർ 24 പ്രത്യേകത? ഒക്ടോബർ 24 UN ദിനമാണ്, ഐക്യരാഷ്ട്ര സംഘടനാ ദിനമാണ്. എങ്ങനെയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണം സാധ്യമാകുന്നത്? രണ്ടാം ലോക മഹായുദ്ധാനന്തരം ഇനിയൊരു ലോക മഹായുദ്ധം ഉണ്ടാകരുത് എന്ന ഒരു ആശയത്തിന് കീഴിൽ ലോകരാജ്യങ്ങളെല്ലാം ഒന്നിക്കുകയാണ്. അങ്ങനെ ഈ രണ്ടാം ലോക മഹായുദ്ധാനന്തരം ലോകത്ത് സമാധാനം സ്ഥാപിക്കുന്നതിനായിട്ടുള്ള സംഘടനകൾ സ്ഥാപിക്കുവാനായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയാണ്. ഇതിന്റെ ഫലമായിട്ട് 1945 ഒക്ടോബർ 24 രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന, യുണൈറ്റഡ് നേഷൻസ്. അങ്ങനെ ഈ യുണൈറ്റഡ് നേഷൻസിന്റെ ഓർഗനൈസേഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് അമേരിക്കയിലെ ന്യൂയോർക്കാണ്. ഈ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായിട്ട് നിലവിൽ വന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരിക്കും? നമ്മൾ പഠിച്ചത് അത് തന്നെയാണ്. ലോക ജനതയെ യുദ്ധഭീതിയിൽ നിന്ന് സംരക്ഷിക്കുക, അന്താരാഷ്ട്ര ഉടമ്പടികളും നിയമങ്ങളും സംരക്ഷിക്കുക, ലോകരാഷ്ട്രങ്ങളുടെ പുരോഗതിക്കായുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നൊക്കെയുള്ള ചുമതലകൾ അല്ലെങ്കിൽ ഇത്തരം കർത്തവ്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നിലവിൽ വന്ന സമാധാന സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന. ഇനി നമുക്ക് കോളനികളുടെ സ്വാതന്ത്ര്യം, ഒരു ചെറിയ ടോപ്പിക്കാണ്, പക്ഷെ നമ്മളത് ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട. കാരണം നമ്മൾ ഉൾപ്പെടുന്ന, ഇന്ത്യ ഉൾപ്പെടുന്ന ഒരുപാട് രാജ്യങ്ങൾ ഈ ഒരു കോളനി വൽക്കരണത്തിന് കീഴിലായിരുന്നു. അങ്ങനെ ഈ രണ്ടാം ലോക മഹായുദ്ധാനത്തിന് നമ്മൾ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഫലങ്ങൾ പഠിച്ചു. എന്താണ്? ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും സ്വാതന്ത്ര്യ സമരങ്ങൾ വളരെ വലിയ രീതിയിൽ ശക്തിപ്പെട്ടു. നമ്മൾ 1947 നമ്മൾ സ്വാതന്ത്ര്യം നേടുന്നു, ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു. അങ്ങനെ ഈ രണ്ടാം ലോക മഹായുദ്ധാനന്തരം സാമ്രാജ്യ ശക്തികളുടെ മേധാവിത്യം ലോകത്തിലെ കോളനികൾക്കിടയിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ കോളനികളിൽ ഉയർന്നു വന്ന ദേശീയ സമരത്തെ നിയന്ത്രിക്കാനായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു കാരണമാണ്. കൂടാതെ വൻ ശക്തികളായിട്ട് ഉയർന്നു വന്ന അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഈ കോളനികളിലെ സ്വാതന്ത്ര്യ സമരങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ സാമ്രാജ്യത്വ ശക്തികളുടെ ഭരണത്തിന് കീഴിൽ നിന്ന് കോളനികൾ സ്വാതന്ത്ര്യം നേടുകയാണ്. ഇതിനെ എന്തെന്നറിയപ്പെടുന്നു? ഇതിനെയാണ് അപകോളനീകരണം അല്ലെങ്കിൽ ഡീകോളനൈസേഷൻ എന്ന് പറയുന്നത്. എന്താണ് അപകോളനീകരണം? സാമ്രാജ്യത്വ ശക്തികളുടെ കീഴിൽ നിന്നിട്ടും കോളനികൾ സ്വാതന്ത്ര്യമാവുന്ന ആ ഒരു പ്രക്രിയയാണ് അപകോളനീകരണം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പ്രധാനപ്പെട്ട യൂറോപ്യൻ കോളനികളുടെ നേതാക്കളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗാന്ധിജിയുടെ ഉണ്ട്, ദക്ഷിണാഫ്രിക്കയുടെ നെൽസൺ മണ്ടേലയുടെ ഉണ്ട്, ഗാനയുടെ ക്വാമി നക്രൂമയുടെ ഉണ്ട്, കെനിയയുടെ ജോമോ കെനിയാത്തയുടെ ഉണ്ട്. ഇവരെല്ലാം തന്നെ കോളനികളുടെ ദേശീയ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള വ്യക്തികളാണ്.